കുറച്ച് ദിവസമായിട്ട് എനിക്ക് ഹെൽത്ത് ഒട്ടും ഓക്കെ അല്ലാത്തത് കൊണ്ട് തന്നെ വീടൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ആക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഫുൾ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അടുക്കളയിൽ ഉണ്ടായിരുന്നത് കഴുകി പറക്കിയൊക്കെ വെച്ചു. അത് ഇന്നത്തെ പാത്രം തന്നെ കേട്ടോ. അപ്പോൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നൊക്കെ കഴുകി ഒതുക്കി പറക്കി വെച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമാണ് കിച്ചൺ ബാക്കിയൊക്കെ ക്ലീൻ ആക്കാൻ പറ്റുള്ളൂ. പിന്നെ കുറേ വേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കളഞ്ഞിട്ട് വന്നു. പിന്നെ വാഷ് ബേസിനും അങ്ങനെയൊക്കെ കഴുകാനൊക്കെ ഉണ്ടായിരുന്നു, അത് കഴുകി. പിന്നെ തൂക്കാനുണ്ടായിരുന്നു, തൂത്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലോട്ട് കയറിയിട്ട് കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാം. അവിടെ ഇവിടെയൊക്കെ കുറേ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഡെയിലി ക്ലീൻ ആക്കിക്കൊണ്ടിരുന്നത്. ഹെൽത്ത് അപ്പോൾ ഓക്കെ അല്ലാണ്ട് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഹെൽത്ത് ഒന്ന് സെറ്റ് ആയതിന് ശേഷം നമുക്ക് ക്ലീനിങ് പരിപാടിക്കൊക്കെ നിൽക്കാൻ. കാര്യം ക്ലീനിങ്ങിന് നിൽക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷണറിലായിരുന്നു. അങ്ങനെ പിന്നെ നോക്കുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗ ആകെ വൃത്തികേടായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊക്കെ ഒന്ന് ക്ലീനാക്കി കഴുകി വെക്കാമെന്ന് വിചാരിച്ചു. ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കുഴപ്പമില്ല. പക്ഷേ ഒരു 2-3 ഡേയ്സ് നമ്മളൊന്ന് എന്തെങ്കിലും കാരണത്താലൊന്ന് മിസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ക്ലീൻ ചെയ്യാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു പണിയാണല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് ഏകദേശം കഴുകി സെറ്റാക്കി വെക്കുന്നുണ്ട്. ഇതൊരു പഴയ ഗ്യാസ് സ്റ്റൗ ആണ്, പക്ഷേ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീഷൻ അടിപൊളിയാണ് കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കിൻ്റെ ഏരിയ ഒക്കെ ഒന്ന് വൃത്തിയാക്കാനുണ്ടായിരുന്നു, അതും കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ കിച്ചൺ ഒന്ന് തൂത്ത് വാരി കേട്ടോ. അത്യാവശ്യം നല്ല പൊടിയും ചവറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വേസ്റ്റൊക്കെ എനിക്ക് കളയാനുള്ളതാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാത്റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. ബാത്റൂം ക്ലീൻ ആക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനത്തെ ഒരു ബ്രഷ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്ട്രെസ്സായിട്ട് എന്നിട്ട് കഴുകണ്ട, ഈസി ആയിട്ട് കഴുകാം. പിന്നെ കഴുകിയ തുണികളൊക്കെ ഒന്ന് വിരിച്ചു സെറ്റാക്കി. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ കുറച്ച് ഏരിയ ഉണ്ട് കേട്ടോ. ആ ഒരു ഏരിയയിലായിരുന്നു നമ്മൾ ചെരുപ്പൊക്കെ ഇങ്ങനെ സ്റ്റാൻഡ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തന്നെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അതെല്ലാം സെറ്റാക്കി തൂത്തുവാരി ഒന്ന് വന്നിരുന്നപ്പോഴാണ് ഒന്ന് ഓക്കെ ആയത്. പിന്നെ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി എൻ്റെ അടുത്ത് ഞാനിങ്ങനെ മുട്ടായി സ്റ്റോക്കാക്കി വെക്കും. അപ്പോൾ ഡയറി മിൽക്കൊക്കെ കഴിച്ചതേ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു.